വീണ്ടും ചർച്ചയിലേക്ക് ശ്രീമതി സാലിക്കണ്ണൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മൃഗങ്ങളോടുള്ള ക്രൂരത എന്നതാണോ ആശങ്ക, അതോ അശാസ്ത്രീയമാണ് ഈ നായ്ക്കളെ കൊല്ലുന്ന രീതി എന്നതാണോ നിങ്ങളുടെ ആശങ്ക? രണ്ടാമത്തെ കാരണം തന്നെ. കാരണം കൊന്നുകൊണ്ട് ഒരിക്കലും ഇതിനൊരു സൊല്യൂഷൻ ആവില്ല. എനിക്ക് ആവശ്യം നല്ലൊരു സൊല്യൂഷൻ. കേരളത്തിൽ ഈ തെരുവ് നായ ശല്യം എന്നല്ലാണ്ട് പത്രങ്ങളും മാധ്യമങ്ങളും വേറെ വാർത്തകൾ ഇടാൻ തുടങ്ങണം. അപ്പോൾ ഈ പ്രശ്നം അവസാനിക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആശങ്ക, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ആൻഡ് ഈ പ്രശ്നം അവസാനിക്കാനായിട്ട് തെരുവ് നായ്ക്കളെ കൊന്നുകൊണ്ട് ഒരിക്കലും ഇതിലൊരു അവസാനം ആവില്ല. കാലങ്ങളായി കേരളത്തിൽ കൊല്ലുണ്ട്. കേരളത്തിൽ ABC ട്രൈ ചെയ്തിട്ടില്ല. ABC എന്തുകൊണ്ട് ട്രൈ ചെയ്ത? നിലവിൽ ആരെങ്കിലും ഒക്കെ കൊല്ലുന്നവർക്കെതിരെ കേസെടുക്കണം എന്നുള്ള ഒരു നിലപാടുണ്ടോ? കാരണം കൊല്ലണത് ഇതുവരെയ്ക്കും അക്രമാസക്തമായ പട്ടികളെ അല്ല കൊല്ലണത്. എനിക്കത് പേഴ്സണലി അറിയാം. ഞാൻ വർക്ക് ചെയ്യണത്, ഞാനൊരു പട്ടിപിടുത്തക്കാരിയാണ്. എനിക്കറിയാം നമ്മൾ പട്ടി പിടിക്കാൻ പോകുമ്പോൾ എങ്ങനത്തെ ഡോഗ്സിന്റെ അടുത്തേക്കാണ് പോണേന്ന്. ആക്രമണകാരിയാകാമല്ലോ, അഗ്രസീവ് ആവാം. പട്ടിപ്പിടുത്തക്കാരെ കണ്ട നമ്മള് പട്ടികളെ പിടിക്കാനായിട്ട് പോണ ഞാൻ പോയി പട്ടികളെ നെറ്റോണ്ടല്ല പട്ടികളെ പിടിക്കുക, ഞാൻ കൈകൊണ്ടാണ്. അതെ അതെ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പട്ടി എപ്പോൾ വേണമെങ്കിലും അഗ്രസീവ് ആവാം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ പിന്നെ എന്തിനാണ് ഒരു ഭാഗ്യ പരീക്ഷണം എന്നതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വഴിയോരത്തൂടെ നടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കടിയേൽക്കുകയാണ്. 6-7 പേർക്ക് ഒരുമിച്ച് കടിയേൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ പിന്നെ ഈ അഗ്രസീവ് ആണോ എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനത്തെ സന്ദർഭങ്ങളിലല്ല പട്ടി അഗ്രസീവ് ആവണത്. പട്ടി അഗ്രസീവ് ആവണത് പട്ടിപ്പിടുത്തക്കാര് ഇല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കാനായിട്ട് പോണ ആൾക്കാർ പോകുമ്പോഴാണ് ഡോഗ് അഗ്രസീവ് ആവണത്. വളരെ നോർമലായിട്ട് കമ്പി കുട്ടികളെ കടിച്ച അങ്ങനെയല്ല. അല്ല, നമ്മുടെ കേരളത്തിലത്തെ ഡോഗ്സ് പേ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൂവൻ അല്ല. ഡോഗ്സ് അഗ്രസീവായി മാറുന്നുണ്ട് കേരളത്തിൽ. ഞാൻ സമ്മതിച്ചു തരുന്നു. ഇഷ്ടം പോലെ ഡോഗ്സ് കേരളത്തിൽ ഇപ്പോൾ അഗ്രസീവാണ്. ഞാൻ വേറെ സ്റ്റേറ്റ്സിൽ, കേരളം അല്ലാണ്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഞാൻ റോട്ടിലിങ്ങനെ ഇരുന്ന് വിളിച്ചാൽ പട്ടികൾ അടുത്തേക്ക് പെട്ടെന്ന് ഓടി വരും, ഫ്രണ്ട്ലി ആയിട്ട് വരും. കേരളത്തിൽ ഡോഗ്സ് ഇപ്പോൾ ഫ്രണ്ട്ലി അല്ലാണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ. കാരണം ഈ കൊല്ലണ രീതികൾ നമ്മൾ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അത്രയധികം ഒരു പരിഭ്രാന്തിയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഡോഗ് കിടക്കണ കണ്ടാൽ പോലും കല്ലെടുത്ത് എറിയാണ്. അതാണ് പ്രശ്നം. അങ്ങനെ കൊല്ലുന്നില്ല. 2001 ശേഷം പട്ടികളെ കൊല്ലുന്ന ഒരു ഏർപ്പാടില്ല. അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ടാണ് ഇപ്പോഴുള്ള പട്ടികളെല്ലാം വയലന്റ് ആവുന്നത് എന്ന് പറയാനും കഴിയില്ല. അതൊന്നും അല്ല പട്ടി വയലന്റ് ആവുന്നതിനുള്ള കാരണം. പട്ടി വയലന്റ് ആവുന്നതിന് എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടാവും, നമുക്ക് തൽക്കാലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ വാസ്തവം. ഇല്ല 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 പറയാം. 2 മെയിൻ കാരണങ്ങളുണ്ട് പട്ടികൾ വയലന്റ് ആവാൻ. ഞാൻ പറയാം, കാരണങ്ങളുണ്ട്. നിങ്ങൾ കേൾക്കാൻ തയ്യാറായാൽ മതി. ഒരു അമ്മപ്പട്ടി, പ്രസവിച്ച് കിടക്കണ അമ്മപ്പട്ടി വളരെ അഗ്രസീവ് ആവും. ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് 3-4 ടൈംസ് ആണ് ഒരു വർഷത്തിൽ ഇപ്പോൾ ഒരു പട്ടി പ്രഗ്നന്റ് ആവണേ. അപ്പോൾ ഒരു അമ്മപ്പട്ടി അതിൻ്റെ കുട്ടിയുടെ അടുത്ത് വളരെ പ്രൊട്ടക്റ്റീവാണ്. അത് പട്ടി എന്നല്ല, ഏതൊരു മൃഗവും മനുഷ്യൻ പോലും അതിൻ്റെ സ്വന്തം കുട്ടി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ ഈ വല്ല വണ്ടിയുടെ അടിയിലാവും ഈ പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ടാവുക. അതിൻ്റെ സൈഡിൽ കൂടി ആ പട്ടീനെ ഒരു ദ്രോഹം ചെയ്യാണ്ട് പോണ ഒരാളുടെ അടുത്തേക്ക് ഈ പട്ടി ഓടി വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ കുട്ടികൾ അതിൻ്റെ അടിയിലുണ്ട്. അതേപോലെ ഈ മേറ്റിംഗ് സീസണിൽ 4-5 ആൺപട്ടികൾ ഒരു പെൺപട്ടിയുടെ പിന്നാലെ പോണ സമയത്ത് ഇവർ തമ്മിൽ കടിപിടി കൂടുമ്പോൾ ആ സമയത്തും അഗ്രഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വന്ധ്യംകരണം മൂലം ഈ കാരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ മുഴുവൻ അങ്ങനെയാണെങ്കിൽ തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ഇല്ല, ഞാൻ മുഴുവൻ തെറ്റാണെന്ന് പറയണില്ല. ഡോഗ്സ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞത്, നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ ഈ കൊല്ലണ രീതി, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു അപ്രോച്ച് ഡോഗ്സിനെ ഈ സിറ്റുവേഷനെ വേഴ്സ് ആക്കാണ് ചെയ്യണേ. എനിക്കിതിനൊരു സൊല്യൂഷനാണ് ആവശ്യം. ഞാനൊരു മൃഗസ്നേഹി ഇല്ലെങ്കിൽ ഒരു പട്ടിപ്രേമി ആയിട്ടല്ല ഇവിടെ സംസാരിക്കണേ. ഇതിന് ഒരു സയന്റിഫിക് ആൻഡ് പെർമനന്റ് ഒരു ആരോപണം കൂടിയുണ്ടല്ലോ, ആരും അതിന് മറുപടി പറഞ്ഞു കണ്ടിട്ടില്ല. ഈ നായ് സ്നേഹം പറയുന്നവർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഈ പറഞ്ഞ നേരത്തെ ശ്രീ ഡിജോ കാപ്പൻ ചൂണ്ടിക്കാണിച്ച 1200 കോടിയുടെ വാക്സിൻ അല്ല, 1200 കോടിയുടെ വാക്സിൻ, ആ വാക്സിനുമായി ബന്ധപ്പെട്ട്, വാക്സിൻ കച്ചവടവുമായി ബന്ധപ്പെട്ട് വാക്സിൻ മാഫിയയുടെ ഇടപെടലുണ്ട് എന്നൊരു ആരോപണമുണ്ട്. ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് ഇതുവരെ അല്ല, ഞാൻ നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയല്ല. ഇത് മറ്റ് വ്യത്യസ്തമായ ഒരു തരത്തിലാണല്ലോ. അത് മാത്രമല്ല, നായ്ക്കളോടുള്ള ക്രൂരതയല്ല നിങ്ങളെ അലട്ടുന്നത് എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ താങ്കളോട് ചോദിക്കട്ടെ, ഈ ആരോപണത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇത് ആരോപണം അല്ലാണ്ട് ഇതുവരെയ്ക്കും ഇത്രയും കാലമായിട്ട് എല്ലാവരും ആരോപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പോലീസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും. നമ്മുടെ കേരളം വളരെ ഇന്റലിജൻസ് ലെവലും IQ ലെവലൊക്കെ അധികം ബോസ്റ്റ് ചെയ്യണവരാണ്. എന്തുകൊണ്ട് ഇത് തെളിയിക്കാൻ പറ്റുന്നില്ല?
കേരളത്തിൽ ആകെ ഒരു 10-20 പേര്, കഴിഞ്ഞൊരു ഷോയിൽ ആരോ പറഞ്ഞു 1,00,000 മൃഗസ്നേഹികളുണ്ട് കേരളത്തിലെന്ന്. ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. കാരണം ഒരു ദിവസം നമുക്ക് ഒരു 10-20 കോളാണ് കിട്ടണേ. പട്ടികളെ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്, വീടുകളിൽ വളർത്തുന്ന പട്ടികളെ അസുഖം വന്നിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്, റോഡ് ആക്സിഡൻറ്റ് കേസ്. ഒരു 20-30 പേരുണ്ടാവും കേരളത്തിൽ ഇതിൽ മൊത്തം ഓടി നടക്കാനായിട്ട്. ഈ 20-30 പേര് അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരാളും വീട്ടിൽ വാക്സിൻ കമ്പനിക്കാരും കൊണ്ടുവന്ന് നോട്ടുകൾ അട്ട് കിടക്കണ ആർക്കും കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കണവരും എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂട്ടോ, വളരെ ഉപകാരമായിരിക്കും. ശ്രീ ഡിജോ കാപ്പൻ, ഈ വാക്സിൻ കച്ചവടം നടക്കുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ശാസ്ത്രീയമായി അതിനെ പ്രതിരോധിക്കാൻ, അതല്ലെങ്കിൽ ഈ നായ്ക്കടിയെ നമ്മൾ ആരോപിക്കുന്ന തരത്തിലല്ല, അതിനപ്പുറത്ത് ശാസ്ത്രീയമായ വശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനും അവർക്ക് കഴിയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് വേറെ ആരുമല്ല പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്ന് ഇത് കൃത്യം അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം അത് തെളിയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഓരോ ന്യായങ്ങൾ ഓരോരുത്തർ പറയും. ഇപ്പോൾ വന്ധീകരിച്ച പട്ടി കടിക്കുകയില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമാണ്? ആളുകളെ പട്ടി കടിച്ചു കഴിയുമ്പോൾ, ഇപ്പം ഇന്നലെ വീട്ടമ്മയുടെ ഒരു വീട്ടിൽ കയറി, മുറിയിൽ കയറി, ബെഡ്റൂമിൽ കയറി പട്ടി കടിച്ചു. ഈ പട്ടി കടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഈ പട്ടിയെ വന്ധീകരിച്ചിട്ടുണ്ടോ എന്നാണോ നോക്കുന്നത്? പട്ടി അവരെ ഉടനെ ആ പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേഗം ഡോർ അടച്ചു, ഇത് തിരിച്ചു വിട്ടു. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ പട്ടികളിൽ നിന്ന് എങ്ങനെ കേരള സമൂഹത്തെ രക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനമായിരിക്കണം സുപ്രീം കോടതിയിൽ നടപ്പാക്കേണ്ടത്. അല്ലാതെ ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങി ചില ഉദ്യോഗസ്ഥന്മാർ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പുല്ലുവിളയിലെ ഒരു സ്ത്രീയെ കടിച്ചു കീറി കൊന്നു എന്നുള്ള അഫിഡവിറ്റ് കൊടുക്കാത്തത് എത്രയായിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. സുപ്രീം കോടതി ജഡ്ജിയുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട ചിത്രം തന്നെ അതായിരുന്നു. കേരളത്തിലെ ഒരു സ്ത്രീയെ തെരുവ് നായ കടിച്ചു കീറി കൊന്നിരിക്കുന്നു. അതെന്തുകൊണ്ട് മറച്ചു വെച്ചു സുപ്രീം കോടതിയിലെ വക്കീല്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലപാടാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനമായി കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകർ, പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ചെയ്യേണ്ടത്, ശ്രീജഗൻ കമ്മിറ്റിയുടെ മുമ്പാകെ ഇവിടെ മൃഗീയമായി ആക്രമിക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് കൊടുക്കുകയും അവർക്കുള്ള നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കുകയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് എന്തായാലും സുപ്രീം കോടതിയിൽ വാദത്തിന് വരും. ഇപ്പോൾ ആകെ 20 പേരാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ ഇത്രയും ആളുകളെ പട്ടി കടിച്ചു എന്ന് പറയുകയും 20 പേര് മാത്രമേ ഉള്ളൂ, ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വാദത്തിന് ബലമില്ലാതെയായി പോകും. അതുകൊണ്ട് വളരെ അടിയന്തരമായി കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരെ പോലെയുള്ള ആളുകൾ എല്ലാവരും ശ്രീജഗൻ കമ്മിറ്റിയുടെ മുമ്പേ അവരവരുടെ വാർഡുകളിൽ ഈ പട്ടിയുടെ ആക്രമണത്തിന് വിധേയരായ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് വളരെ അത്യാവശ്യമായി കേരളം ചെയ്യേണ്ടത്. അതിനുശേഷം നിയമനിർമ്മാണം വ്യക്തമാണ്. ശ്രീ ഡിജോ കാപ്പൻ, ഈ കാര്യങ്ങൾ നേരത്തെ ബിജുവും പറഞ്ഞു, ഇത് ചെയ്യുകയാണ് സംസ്ഥാനം ഇനി വേണ്ടത്. ഈ കമ്മീഷന് മുൻപാകെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ട മാർഗങ്ങളെക്കുറിച്ച് അറിയുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രാഥമിക നടപടി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാമല്ലോ. ഈ നമ്മളുടെ വിഷയം ഇതാണ് എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നത്. സുപ്രീം കോടതിയിലെ ഈ അഫിഡവിറ്റിൽ ഈ കാര്യങ്ങൾ ആ രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല. അതൊരു വീഴ്ച തന്നെയാണല്ലോ സർക്കാരിൻ്റെ. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഏതായാലും ഈ സർക്കാർ ഒരു ഘട്ടത്തിലും തയ്യാറാവുന്നുമില്ല. അല്ല, ഒന്ന് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് വളരെ വ്യക്തമാണ്. അഫിഡവിറ്റിലെത്ത് കൊടുത്തു എന്നുള്ളത് എനിക്ക് അല്ല, ഈ വിഷയം പറഞ്ഞില്ല. എന്തായാലും ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നോ ഇവിടെ ഇത്തരത്തിൽ വളരെ വയലന്റായി പട്ടികൾ ഇത്തരം ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് ഈ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇങ്ങനെ ഒരു വാദം. ഞാൻ ഇന്ന് മാധ്യമ വാർത്ത വന്നില്ല, ഒറ്റ സാധനവും വന്നിട്ടില്ല. ഒന്ന്, ഗവൺമെന്റ് ഇതിനകത്ത് വളരെ സീരിയസ് ആണ്, പക്ഷേ സുപ്രീം കോടതി വിധി നിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി ഇതിനകത്ത് സീരിയസ് ആണ്. ശ്രീജഗൻ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് അടിയന്തരമായി ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. മറ്റൊന്ന്, നമ്മൾ പട്ടി കടിക്കുന്നതിൻ്റെ ന്യായാന്യായങ്ങളിലേക്കൊന്നും പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കൊച്ചു 2-3 വയസ്സുള്ള കുട്ടികളെ കടിക്കുന്ന ഫോട്ടോയെ കണ്ട് എന്ത് ദയനീയമാണ്. അത്തരം പട്ടികളെ കർശനമായി, ജനം അല്ലാതെയൊന്നും പട്ടികളെ കൊല്ലില്ല. അത്തരം പട്ടികളെ കൊല്ലുക തന്നെ വേണം, അതിനകത്തൊന്നും ഒരു തർക്കവും വേണ്ട. അത്തരം നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ ഈ പറഞ്ഞ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് പ്രശ്നമുണ്ട്, ജനങ്ങൾ കൊല്ലുക. അതിന് വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് എത്ര ഉപദ്രവകാരിയാണെങ്കിലും അതിനെ കൊല്ലുന്നതിനെതിരാണ് ഒരു പൊതു മനസ്സ്. അതുപോലെ നമുക്ക് പട്ടിയുടെ കാര്യത്തെയും കൈകാര്യം ചെയ്യാൻ കഴിയുമോ? സർക്കാർ അതിൻ്റെ ഇനിയിപ്പോൾ കോടതി വിധി എന്തുമായിക്കോട്ടെ, സർക്കാരിൻ്റെ നിലപാടിനനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. കേസെടുക്കുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും വരികയാണ്. ഇപ്പോൾ താറാവിനെ കൊണ്ട് രോഗം പകരും എന്ന് വന്നപ്പോൾ താറാവിനെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്.
ഒരു പ്രദേശത്ത് കടുവ ഇറങ്ങി എന്നറിഞ്ഞാൽ ആ കടുവ ഒരാളെ ഉപദ്രവിക്കുക പോലും ചെയ്യുന്നതിന് മുൻപ് കൊന്നുകളഞ്ഞ ചരിത്രം കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോഴാണ് വ്യാപകമായി പട്ടികൾക്ക് ഇങ്ങനെ വിഹരിക്കാൻ കഴിയുന്നതും പട്ടികൾക്ക് വേണ്ടി ഇത്ര സജീവമായി ഭരണ സംവിധാനങ്ങൾ ഇടപെടുന്നത്. അല്ല, പട്ടികൾക്ക് വേണ്ടി ഒരു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഭരണ സംവിധാനങ്ങൾ ഇടപെടേണ്ടതായിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് വളരെ കറക്റ്റാണ്. ആക്രമിക്കുന്ന പട്ടികളെ കൊല്ലാൻ ആർക്കും ഒരു തടസ്സമില്ല. ഇവർ ഈ ബാധിക്കുന്ന ഒരു തടസ്സമില്ല. സുപ്രീം കോടതി വിധിയുണ്ട്, നിങ്ങൾ കൊന്നോന്നുള്ള വിധിയുണ്ട്. പിന്നെ ചോദിക്കും ഇവിടെ പോലീസ് എങ്ങനെയാണ് കേസെടുത്തത്, അതെന്താണെന്നുള്ളത് അവിടെ പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് പോലീസ് ഇങ്ങനെ പോയി ചികഞ്ഞെടുത്തത്? പോലീസ് ഇപ്പോൾ അക്രമകാരിയാണോ, അതിൻ്റെ തെളിവെടുക്കാൻ പോകേണ്ട കാര്യമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോയി കാരണം എന്തെങ്കിലും അല്ലെങ്കിൽ വേറൊരു തരത്തിൽ, കാരണം സുപ്രീം കോടതി വിധിയുണ്ടല്ലോ, അവിടെ കണ്ടംപ്റ്റ് ഫയൽ ചെയ്യുക ആൾക്കാർ നടക്കുകയല്ലേ. അവിടെ ഈ വലിയ കേസ്, അതാണ് ഈ അഭിപ്രായമൊക്കെ ജനങ്ങളുടെ ഇടയിൽ വരുന്ന ഈ മരുന്ന് വ്യാപാരികൾക്ക് വലിയ സ്ട്രോങ് ആയിട്ടാണ് കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിയെ കൊല്ലാനേ പാടില്ല, മൃഗസ്നേഹമാണ് വലുത്. ആരോപണം തെളിയിക്കൂ എന്ന് പറയുമ്പോൾ ശ്രീമതി സാലി കണ്ണൻ പറയേണ്ട ഒരു കാര്യം, ഇതിന് ആരാണ് പണം മുടക്കുന്നത് എന്നതുകൂടിയാണ്. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ പിറകെ ഈ പട്ടി ഒന്നും ഇനിയിപ്പോൾ കടിക്കുന്ന പട്ടിയും കൊല്ലാൻ പാടില്ല. കടിക്കുന്ന പട്ടി കൊന്നാലും അത് കടിക്കാത്ത പട്ടിയാണ് ഇവർ കൊന്നുകാണെന്ന് വരുത്തി തീർക്കാനുള്ള നല്ല പരിശ്രമം ഈ മൃഗസ്നേഹികൾ, ഞാൻ ഇവരാണെന്ന് എനിക്കറിയില്ല, മൃഗസ്നേഹികളെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കണം. ഞങ്ങളിപ്പോൾ പോവും, അപ്പീൽ പോവും, ആ കുഴപ്പമാവും, പ്രശ്നമാക്കും. അങ്ങനെ ഈ പ്രശ്നത്തെ സങ്കീർണമാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രശ്നത്തെ സങ്കീർണമാക്കി വീണ്ടും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സുപ്രീം കോടതി വെച്ചിട്ടുള്ള കമ്മീഷൻ്റെ മുമ്പാകെ കേരളത്തിൽ 2.5 ലക്ഷം പേർക്ക് കടിയേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ കൈമാറേണ്ടതായിട്ട് വരും. അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കേണ്ടി വരും. അങ്ങനെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം, പട്ടി സ്നേഹം പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല, പട്ടി കടിക്കണേൻ്റെ ന്യായാന്യങ്ങൾ പോയിട്ടും കാര്യമില്ല. മനുഷ്യൻ്റെ ജീവന് സുരക്ഷിതത്വം ഉണ്ടാവണം, മനുഷ്യന് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ കഴിയണം, ഇവിടെ ഇറങ്ങി നടക്കാൻ കഴിയണം. അത് നടത്താതിരിക്കാനുള്ള ഒരു സാഹചര്യവും കേരളത്തിലുണ്ടാവാൻ പാടില്ല. അതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനകത്ത് ഒരുപക്ഷെ ഈ സർക്കാരിന് മുന്നിൽ ഇതുവരെ വന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് ഈ നായ്ശല്യം തന്നെയായിരിക്കും. കാരണം കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശം ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു പ്രദേശം ഇല്ല എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ശ്രീ ജോസ് മാവേലി, ഏറ്റവും ഒടുവിൽ സർക്കാരിൻ്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് താങ്കൾ കേട്ട് കാണുമല്ലോ. പോലീസ് തന്നെ തെരുവ് നായ്ക്കളെ നേരിടാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നുവെന്നും കാശ്മീരിലൊക്കെ അതിർത്തി സംരക്ഷിക്കുന്നത് തെരുവ് നായ്ക്കളെ പരിശീലിപ്പിച്ചെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ആ നിലയ്ക്ക് പരിശീലിപ്പിച്ചെടുത്തുകൊണ്ട് അത്തരമൊരു സംരക്ഷണ പദ്ധതിക്കും അത്തരത്തിൽ സംരക്ഷണം വേണ്ട പ്രദേശങ്ങളിൽ നായ്ക്കളെ വേണ്ട പ്രദേശങ്ങളിലേക്ക് ഈ നായ്ക്കളെ കൊടുത്തയക്കാനും ഒക്കെയുള്ള പദ്ധതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പദ്ധതി, അതല്ലെങ്കിൽ ഈ വന്ധ്യംകരണം, ഇങ്ങനെയൊക്കെ ശാസ്ത്രീയമായി എന്തുമായിക്കോട്ടെ, ഈ മൃഗങ്ങളാണ്, അവർക്ക് വേദനയുണ്ട്, ആ നിലയ്ക്ക് അവരെ വേദനിപ്പിക്കാതെ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാം എന്ന് കരുതുന്നുണ്ടോ? പോലീസിൻ്റെ ഭാഗത്ത് കയറ്റുമതി ചെയ്യുന്ന കാര്യം വളരെ നല്ലതാണ്. കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഉള്ള പട്ടികളെ മുഴുവൻ പിടിച്ചു കൊടുക്കായിരുന്നു. അങ്ങനെ കയറ്റുമതി നല്ല സ്വാഗതമാണ്. അതേസമയം വന്ധീകരണം അതൊന്നും സംഭവം ഒരിക്കലും ശരിയല്ല. വന്ധീകരിച്ചുകൊണ്ട് യാതൊരു കാര്യം നടക്കാൻ പോകുന്നില്ല. ഇവിടെ നമ്മുടെ സാരിക്കണ്ണം പറയുന്ന ഒരു വലിയ പോയിന്റ്, നമുക്ക് തെരുവ് നായ്ക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം. അതിന് നമുക്ക് വേണ്ടത് വന്ധീകരണം മാത്രമാണ്, അല്ലാതെ കൊലയല്ല. കൊല ചെയ്യുന്നത് മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഇവർ സ്റ്റഡി ക്ലാസ് കൊടുക്കുകയാണ്. എന്താണ് ഇവർ ക്ലാസ് എന്ന് പറയുന്നത്? കൊന്നു കഴിഞ്ഞാൽ മാത്രമേ തെരുവ് നായ്ക്കളെ ഇല്ലായ്മയാവുള്ളൂ, കൊല്ലാതെ ഇരുന്നാൽ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഇവർക്ക് അറിയാം. ഇത് ഇങ്ങനെ ഈ നായസ്നേഹികളെ ഒരു ക്ലാസ് കൊടുത്തിരിക്കുക. നമുക്ക് ഇങ്ങനെ പറയാം, എല്ലായിടത്തും നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയേണ്ടത് അക്രമകാരികൾ തെരുവ് നായ്ക്കളെ കൊന്നാൽ മറ്റു നായ്ക്കളും അക്രമകാരികളാവും, അതുകൊണ്ട് കൊല വേണ്ട എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് എടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നതാണ് വന്ധീകരണം നടക്കണം. വന്ധീകരണം നടത്താതിൻ്റെ കുഴപ്പം ഗവൺമെൻറ്റിനുമായി. അപ്പോൾ ഇവരൊക്കെ വളരെ കറക്റ്റ് ആൾക്കാരാണ്. ഇവർ ഭയങ്കര മനുഷ്യസ്നേഹമാണ്. നായസ്നേഹം കൂടുതലുള്ള മനുഷ്യസ്നേഹമാണ് ഇവർക്ക്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവർക്ക് കുറേ പൈസ ഇവിടത്തേക്ക് ഒപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കണം. എങ്ങനെയെങ്കിലും തെരുവ് നായ്ക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം. ഞാൻ പറയുന്നത് ഒറ്റ ചോദ്യത്തിന് ഇവർ ആരും ഉത്തരം പറയുന്നില്ല. ഏതെങ്കിലും ഒരു തെരുവ് നായ്ക്ക് പേവിഷബാധ ഇല്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? എല്ലാ തെരുവ് നായ്ക്കളും അക്രമകാരികളല്ലേ? അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബിജു, അതുപോലെ തന്നെ എല്ലാ ഡിവൈഎഫ്ഐക്കാരും എല്ലാ റെഡ് ആർമികളും ഉടനെ തീരുമാനം എടുക്കുക, രംഗത്തിറങ്ങുക. അക്രമകാരികൾ തെരുവുനായ്ക്കളുടെ പേരും പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള അക്രമകാരികൾ തെരുവുനായ്ക്കളെ മുഴുവൻ തെരുവുനായ്ക്കളെയും മുമ്പോട്ട് വരിക. അതിനുവേണ്ടി ശ്രീമതി സാലി കണ്ണനിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം